റീസെൻ്റ്ലി ആണ് രണ്ട് ഫുട്ബോൾ അസോസിയേഷനുകൾക്ക് ഫിഫ ബാൻ കൊടുക്കുന്നത്. ഒന്ന് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോ ഫുട്ബോൾ ഫെഡറേഷനാണ് ബാൻ കൊടുക്കുന്നതെങ്കിൽ മറ്റേത് നമ്മളുടെ അയൽക്കാർ കൂടിയായിട്ടുള്ള പാകിസ്ഥാൻ ഫുട്ബോൾ ഫെഡറേഷനാണ് ഫിഫയുടെ ഭാഗത്തു നിന്നുള്ളൊരു ബാൻ കൊടുക്കുന്നത്. ഇന്ത്യക്കും മറ്റൊരു ബാനുള്ളൊരു സാധ്യതയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി FC മിനർവ അക്കാഡമിയുടെയും ഓണറായിട്ടുള്ള രഞ്ജിത്ത് ബജാജ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. എന്തിന് എന്നുള്ളതല്ലേ. അപ്പം AFFന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അനിൽ കുമാറിന്റെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രഞ്ജിത്ത് ബജാജിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് 2011 വന്നിട്ടുള്ള സ്പോർട്സ് കോഡിന്റെ ഒരു നിയമലംഘനമാണ് ഈ ഒരു നിയമനം എന്നുള്ളത്. 2022 AFFന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് അനിൽ കുമാർ എന്ന് പറയുന്ന മലയാളി കൂടിയാണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം 2024 സെക്രട്ടറി ജനറൽ എന്ന പോസ്റ്റിലേക്ക് അദ്ദേഹം നിയമിക്കപ്പെടുന്നു. ഇന്ത്യയിലെ നാഷണൽ സ്പോർട്സ് ഫെഡറേഷനുകളിൽ മുൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഭരണപരമായിട്ടുള്ള റോൾസിലേക്ക് വരുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ നിർദ്ദേശത്തിന്റെ ലംഘനമാണ്. 2024 ടേബിൾ ടെന്നീസ് ഫെഡറേഷനിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ CEOയെ നീക്കം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വന്നിരുന്നു. രഞ്ജിത്ത് ബജാജ് പറയുന്ന അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് അനിൽകുമാർ KSL സംഘടിപ്പിക്കുന്ന സ്കോർ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നിലവിൽ I-ലീഗിന് താഴെയുള്ള ഒരു ലീഗുകളിലും വിദേശ താരങ്ങൾ അലൗഡ് അല്ല എന്നുള്ളത്. പക്ഷേ SLK വന്ന സമയത്ത് അതിന് ഒരു പ്രത്യേക പെർമിഷൻ കൊടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നു. അത് ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയൊക്കെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലെവിടെയാണ് ബാനിനുള്ളൊരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇടപെടലുകൾ നടന്നു കഴിഞ്ഞാൽ ഫിഫ ബാൻ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് 2022 ഒരു ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനുള്ളൊരു കാരണവും ഇതാണ്. അപ്പം ഗവൺമെൻറ് പോളിസീസ് പലതുണ്ടായിരിക്കും, പക്ഷേ AFF ഒക്കെ വരുന്നത് ഫിഫയുടെ അണ്ടറിലാണ്. അപ്പം ഗവൺമെൻറ് തലത്തിലൊന്നും ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ഗവൺമെൻറ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ഫിഫ ബാൻ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് AFFന് ഒരു കൃത്യമായിട്ടുള്ള ഭരണഘടനയൊന്നും ഇല്ല. അതിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കോർട്ടിലൊരു കേസ് കിടപ്പുണ്ട്, അതിൻ്റെ വിധി ഇങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ AFFന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നവരൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. ഇലക്ഷൻസ് സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രഫുൽ പട്ടേൽ ഏതാണ്ട് 13 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന മുൻഷി ഏതാണ്ട് 20 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ള അപരാധം ഇനി എത്ര നാൾ നമുക്ക് സഹിക്കേണ്ടി വരും എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം പറഞ്ഞ പ്രസിഡന്റ് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെയാണ് കളിക്കുന്നത്. ഇപ്പം ടെക്നിക്കൽ കമ്മിറ്റിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ഒന്നും യാതൊരു റോളില്ലാതെ പുള്ളി തന്നെ പല ഡിസിഷൻസും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രകാരം എടുക്കുന്ന സാഹചര്യങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ പാകിസ്ഥാൻ ഫെഡറേഷന് ഒരു ബാൻ കിട്ടാനുള്ള കാരണം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയത്തിലാണ്. അത് പ്രാബല്യത്തിൽ വരാത്തതൊക്കെ ആയിട്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബെറ്റർമെൻറ്റിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു ബാൻ കിട്ടിയാലും കുഴപ്പമില്ല. ആ ഒരു ചേഞ്ച് സംഭവിക്കാനാണ്. പക്ഷേ ഈ പറഞ്ഞ മാർച്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മുടെ AFC സ്വപ്നങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് എന്താണെങ്കിലും ആവശ്യമാണ്. എന്താകും സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിന്ന് തന്നെ കണ്ടറിയാം. ഇപ്പോൾ ഈ രഞ്ജിത്ത് ബജാജ് കൊടുത്തിട്ടുള്ള പെറ്റീഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത്, താൽക്കാലികമായിട്ട് അനിൽകുമാറിനെ മാറ്റി നിർത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. സോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇതുമായി ബന്ധപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസിന് വേണ്ടി കാണിക്കാൻ സൈനിങ് ഓഫ്.